ഇതെന്താണ് ഈ വറുക്കുന്നതെന്ന് ഓർത്തിട്ട് അതിശയം വരുന്നുണ്ടല്ലേ? ഇത് വേറൊന്നുമല്ല കേട്ടോ. നമ്മളെ വീട്ടിൽ ഉള്ള ഒരു വസ്തുവാണ്. നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന ഒരു സാധനം. അതിന് ഞാനിതിങ്ങനെ വറുത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരികയാണ് കേട്ടോ. നമുക്ക് നോക്കിയാലോ അതെന്താണെന്ന്. ഇത് ചകിരി. നമുക്കറിയാവുന്ന ചകിരി, എല്ലാവർക്കും അറിയാവുന്ന ചകിരി നമ്മൾ ഉപയോഗിക്കുന്നു. തേങ്ങ പൊതിച്ചിട്ട് ചകിരിയും തൊണ്ടും കൂടെ കളയുന്നു, അല്ലെങ്കിൽ തീ കത്തിക്കുന്നു. അരി വേവിക്കാനൊക്കെ നമ്മൾ അടുപ്പിൽ വെച്ച് കത്തിച്ചെടുക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ചകിരി കൊണ്ട് ചെയ്യാറുള്ളതല്ലേ. പിന്നെ വല്ല ചെടികളോ പച്ചക്കറികളൊക്കെ നടുമ്പോൾ മൂടിൽ, അതിൻ്റെ ചെടിയുടെയൊക്കെ മൂട്ടിൽ ഈർപ്പം നിൽക്കാനായിട്ട് നമ്മളിത് കൊണ്ട് വയ്ക്കും. ഒരു കുറച്ച് ദിവസം ഇത് നനഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ഈർപ്പം കിട്ടും. ഇതിനൊക്കെ മാത്രമായിട്ടല്ലേ നമ്മൾ ഇത്രയും നാളും ചകിരി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി പക്ഷേ ഈ ചകിരി കൊണ്ട് ഇതൊന്നും അല്ലാത്ത കുറേ ഉപയോഗങ്ങളുണ്ട് കേട്ടോ. പലർക്കും അറിയാത്തത്. ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇതെല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകൾ ഏറെക്കുറെ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കൈമാറി വന്നിട്ടുള്ള അറിവുകളാണ്. അതിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ചകിരി നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കിട്ടുന്ന ചകിരി നല്ല വൃത്തിയുള്ള ചകിരി ആയിരിക്കണം കേട്ടോ. നന്നായിട്ട് ഒട്ടും മണ്ണോ അഴുക്കോ ഒന്നും ഇല്ലാത്ത ചകിരി നമുക്കിതേ ഒന്ന് ഇറുത്തെടുത്ത് ഒന്ന് മുറിച്ചെടുക്കണം. കത്രിക കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെറിയ പീസുകളാക്കി എടുക്കുക. മാക്സിമം ചെറിയ പീസാക്കി എടുക്കുക. ഒരു കുറച്ച് നല്ല പൊടിയായിട്ടും കുറച്ച് ഇങ്ങനെ തരിയായിട്ടും ഇതുപോലെ ഇരിക്കും. അത് കുഴപ്പമില്ല. ഇതുപോലെ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ. ഉണക്ക ചകിരിയാണെങ്കിൽ കുറച്ച് നല്ലതാണ്. ഏറ്റവും നല്ലത് ഉണക്ക ചകിരി എടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈർപ്പത്തിൻ്റെ അംശം ഇല്ലാണ്ട് തന്നെ ഇരിക്കണം. അഥവാ നമ്മൾ പച്ച തേങ്ങയാണ് പൊതിച്ചെടുക്കുന്ന അതിൻ്റെ ചകിരിയാണെങ്കിൽ ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചു. ഞാൻ യൂസ് ചെയ്യുന്ന പാൻ തന്നെയാണ് വെച്ചത്, അല്ലാതെ വേറെ പാത്രം ഒന്നുമല്ല. ആ പാൻ നന്നായിട്ട് ചൂടായപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ മുകളിൽ നമുക്ക് കുറച്ച് ഇങ്ങനെ പൊടിയാത്തത് വരുമല്ലോ ചെറിയ പീസായിട്ട്, അതിനെ നന്നായിട്ട് ഞാൻ ചകിരിയുടെ നാര് ഇളക്കിയതാണ്, മാക്സിമം ഇളക്കിയെടുത്തതാണ്. അതിനെ കുറേശ്ശെയായിട്ട് ഇതുപോലെ പിരുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ മാക്സിമം ഒന്ന് പിരുത്തിട്ട് കൊടുക്കുക കേട്ടോ. പാന് നല്ല ചൂടിൽ തന്നെ വയ്ക്കുക. ഫ്ലെയിം നമുക്ക് കൂട്ടി തന്നെ വെച്ചേക്കാം. അത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മൊത്തത്തിൽ ഇടണ്ട, കുറച്ച് നമ്മൾ എത്രത്തോളം എടുക്കണോ അതിൽ കുറച്ച് ആദ്യം ഇടുക. ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അടിയിലിങ്ങനെ ചൂടായി അതിൽ കിടക്കുന്ന കുഞ്ഞു തരിയിൽ കളർ ചേഞ്ച് വരും. ആ സമയത്തേക്ക് നമുക്കിതിനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി തിരിച്ചിട്ട് അങ്ങനെ ആക്കി എടുക്കാം കേട്ടോ. അത് ഇളക്കി വരുമ്പോൾ തന്നെ ഇങ്ങനെ കരി വരും. കരി വരുന്നവർക്കുണ്ട് നമുക്ക് കറുത്ത് തന്നെ വരണം. അതിനാണ് ഇളക്കി എടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇത് കൂടുതൽ കരിയിലേക്ക് പോവുകയും, അത് മാത്രമല്ലാണ്ട് ഇതിപ്പോൾ അളവ് കുറഞ്ഞു. ഇതിനകത്ത് തന്നെ കണ്ടില്ലേ ഫ്ലെയിം ആവുന്ന കണ്ടില്ലേ. തീ ഇതിനകത്തിന് ആ ചകിരിയിൽ സ്വമേധയാ തീ പിടിക്കും. ഞാനിത് ഓരോ ഘട്ടമായിട്ട് കാണിക്കുന്നത്. ഇതിങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് എന്ന് അറിയിക്കാനാണ് കേട്ടോ. അതും ഫുൾ അങ്ങനെ തീയാകുമ്പോൾ നമ്മൾ ബാക്കിയിരിക്കുന്ന ചകിരിയും കൊണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പൊടിയായിട്ടുള്ളതുകൊണ്ട് അതിൽ കുറച്ച് നാരായിട്ടുള്ളതുകൊണ്ട് പൊടിയും എല്ലാം രണ്ടാം ഘട്ടം നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേ നല്ല പുക വരും. പുക വന്നിട്ട് അതും ഇങ്ങനെ ഫ്ലെയിം അതിലേക്ക് കത്താൻ പറ്റും. നല്ല ഭംഗിയായിട്ട് തീക്കനൽ പോലെ ആയി കിടക്കും കേട്ടോ. ഞാൻ ഇത്ര വിശദമായിട്ട് ഇത് കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ വറുക്കുമ്പോൾ നല്ല പുക ഉണ്ടാവും. അതുകൊണ്ട് പുറത്ത് അടുപ്പിലിട്ട് ചെയ്താലും മതി. എന്തായാലും സ്മെല്ലുള്ള പുകയൊന്നും അല്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് നിന്ന് പുക അടിച്ചെന്ന് പറഞ്ഞ് കുഴപ്പം വരുന്ന പുകയല്ല. ഇത് നോക്കിയാൽ ഇതേപോലെ ഫ്ലെയിം കംപ്ലീറ്റ് ഇങ്ങനെയാവും. ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിടാം. എന്നിട്ട് ആ പാനിലിരുന്ന് തന്നെ അതൊന്ന് ചൂടാറണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുമ്പോൾ ആ വരുന്ന കനൽ കുറേശ്ശെ അണഞ്ഞ് അതങ്ങ് മാറി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം. അല്ലാതെ ഇത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കൈ കൊണ്ട് മാത്രം ഒന്ന് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഞാനിത് കുറച്ച് മാത്രം ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ഇതുപോലെ എൻ്റെ ആവശ്യത്തിന് ആഴ്ചയോറോ അല്ലെങ്കിൽ തീരുന്ന ക്രമത്തിൽ 2 ആഴ്ച കൂടുമ്പോഴോ 1 മാസം കൂടുമ്പോഴോ ഒക്കെ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്ത് വെക്കാറുണ്ട്. ഇപ്പോൾ കുറച്ച് മാത്രം ഞാൻ ചെയ്ത് വെച്ച് അതിൻ്റെ ഉപയോഗം അറിഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് മാത്രം ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. ഞാനതൊരു പേപ്പർ തട്ടിയിട്ടിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാനൊരു ചെറിയ ബൗളിലേക്ക് ഒരു ഇത്തിരി പോലും ഒന്ന് അരിച്ചെടുത്തു. കുറച്ച് മാത്രം അരിച്ച് അത് കാണിക്കാൻ വേണ്ടി മാത്രം അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തിട്ട് അത് മാറ്റി ഇത്ര പോലും എടുത്ത് അതിലേക്ക് ഞാൻ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക.
വെളിച്ചെണ്ണ മാത്രം ചേർത്ത് മിക്സാക്കി വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ഞാൻ ഇനി കാണിച്ചു തരാം. ഇനി ഞാൻ ബാക്കിയുള്ള ഈ പൊടി വേറൊരു ടിന്നിലേക്ക് ഇട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി അതും അങ്ങോട്ട് മാറ്റി വെച്ചു. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കലക്കി വെച്ച അതുണ്ടല്ലോ, ഇതിനെ ഞാനൊരു പച്ച ഈർക്കിലെടുത്തിട്ട് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തു. ഇതിനെ നല്ല സുന്ദരമായ ഏത് ഷേപ്പിലെ പൊട്ടിടാൻ. ഞാൻ ആദ്യം പൊട്ടിട്ടപ്പോൾ കൂടുതൽ അതിനെടുത്തു. ആയിപ്പോയതാണ് കേട്ടോ. പിന്നെ ഇത് നല്ല സൂപ്പർ ഐലൈനറായിട്ട് ഉപയോഗിക്കാം. ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മളെ നാച്ചുറൽ ഐലൈനറായിട്ട് ഉപയോഗിക്കാം. പിന്നെ കഴുകുമ്പോൾ ഇത് പോകുകയും ചെയ്യും കേട്ടോ. എത്ര ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ഒരു ഐലൈനർ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുമെന്ന് കരുതിയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഉപ്പിട്ട് ചേർത്ത് വെച്ച അതുണ്ടല്ലോ, അതെന്താ ചെയ്യുന്നതെന്ന് നോക്കി. നമ്മൾ കുട്ടിക്കാലത്ത്, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഉമിക്കരി ഇട്ടാണ് പല്ല് തേച്ചിട്ടുള്ളത്. അമ്മ പറഞ്ഞാറുണ്ട്, അമ്മയുടെയൊക്കെ കുട്ടിക്കാലത്ത് അന്ന് ഒരുപാട് മില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉമി കിട്ടത്തില്ല, വീട്ടിലിട്ട് നീട്ടിയെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്ത് അമ്മ ഇതുപോലെ ചകിരി ഇതുപോലെ വറുത്ത് പൊടിച്ചാണ് പല്ല് തേക്കാനുള്ള പൊടി ഉണ്ടാക്കി കൊടുക്കുന്ന പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്കും എൻ്റെ കുട്ടിക്കാലത്തും അമ്മ ഇതുപോലെ ചെയ്ത് തന്നിട്ടുണ്ട്. അമ്മമ്മ ചെയ്ത് കൊടുത്ത അതേ കാര്യങ്ങൾ. പല്ല് നല്ല സൂപ്പറായിട്ട് വെളുക്കുകയും ചെയ്യും, വയനാറ്റവും കുറഞ്ഞു കിട്ടും കേട്ടോ. വളരെ നല്ലതാണ്, കാരണം ഇത് നാച്ചുറലായ സാധനമാണ്. അതുകൊണ്ട് നിങ്ങളും ചകിരി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിയേ. ഒരിക്കലും നമ്മൾ അറിയാത്ത കുറേ കാര്യങ്ങളാണ്. പലരും പറഞ്ഞല്ലേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. ചെയ്തു നോക്കൂ, വളരെ ഉപകാരപ്രദമായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ ആരും മറക്കരുതേ.